3 വയസ്സുള്ള ഒരു മോനുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്. മലഭാഗത്തായതുകൊണ്ടായിരിക്കും വേറെ വീടൊന്നും അടുത്തില്ല. നിഷയുടെ ഡെലിവറിക്ക് ശേഷം നിഷ അത്യാവശ്യം തടിച്ചിട്ടുമുണ്ട്. കാണാൻ നല്ല ഭംഗിയും വെച്ചിട്ടുണ്ട്. ശരീരം പുഷ്ടിപ്പെട്ടിട്ടുമുണ്ട്. ആര് കണ്ടാലും ഒന്ന് നോക്കും. അങ്ങനെയിരിക്കെ ഭർത്താവിൻ്റെ പെങ്ങളുടെ പ്രസവത്തിൻ്റെ ദിവസം വന്നു. അന്ന് നിഷയുടെ അമ്മായിയമ്മ അവളുടെ കൂടെ പോകേണ്ട ഒരു കടമയുണ്ട്. പോകാൻ റെഡിയായി നിൽക്കുന്ന നിഷയോട് അമ്മ ചോദിച്ചു, മോളെ, ഞാൻ പോകുന്ന കാര്യം അവനോട് നീ പറഞ്ഞോ? നിഷ പറഞ്ഞു, പറഞ്ഞമ്മേ. അമ്മ എന്തു പറഞ്ഞു? അവൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോടി? അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്തു പറയാനാ അമ്മേ? അല്ല മോളെ, കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ വേണ്ടേ? അവിടെ ആരുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടനോടൊന്നും കൂടി ചോദിക്കട്ടെ. ചേട്ടന് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. അവളുടെ ഭർത്താവിനോട് കാര്യം പറഞ്ഞു. അവസാനം അയാൾ സമ്മതിച്ചു. അവൾക്ക് കൂട്ടിന് ആരെങ്കിലും ശരിയാക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അമ്മ പോകാൻ പറഞ്ഞു. നിഷ അമ്മയോട് പറഞ്ഞു, അപ്പം നീ ഒറ്റയ്ക്കാവില്ലേ മോളെ? ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചോളാം. എന്നാൽ ഓക്കെ മോളെ. എപ്പോഴാണ് പോകുന്നത്? ഇപ്പോൾ തന്നെ. എന്നാൽ അമ്മ റെഡിയാക്, ഞാൻ സ്റ്റാൻഡിൽ കൊണ്ടുവിടാം. അമ്മ 1 മണിക്കൂർ കൊണ്ട് റെഡിയായി വന്നു. അവൾ കൊച്ചിനെയും എടുത്തുകൊണ്ട് കാറിൽ കയറി. അമ്മയെയും കയറ്റി നേരെ സ്റ്റാൻഡിലേക്ക് വിട്ടു. അമ്മയെ സ്റ്റാൻഡിൽ ആക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിഷയുടെ അമ്മയെ അവൾ ഫോൺ ചെയ്തു. അമ്മ ഫോൺ എടുത്തു. അമ്മേ, എന്താ മോളെ പതിവില്ലാതെ ഈ നേരത്ത്? അമ്മേ, ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്താടി, കാര്യം പറയടി. ഇവിടുത്തെ അമ്മ അവരുടെ മോളുടെ പ്രസവത്തിന് പോയിരിക്കുകയാ. അമ്മ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് നിനക്കറിയാമല്ലോ. ഇവിടെ പശുവിനെ നോക്കണം, കൃഷിയും നോക്കണം. ഞാനൊന്ന് മാറി നിന്നാൽ എല്ലാം കുളമാകും. ഒരു കാര്യം ചെയ്, നീ ഇങ്ങോട്ട് പോര്. ഇവിടുത്തെയും അവസ്ഥ ഇതാണ് അമ്മേ. അതുകൊണ്ട് എനിക്കും അങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റില്ല. അമ്മ പറഞ്ഞു, എന്നാൽ ഞാൻ നോക്കട്ടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന്. നിഷ കോൾ കട്ട് ചെയ്തു. വൈകുന്നേരം 5 മണിയായപ്പോൾ അവൾ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാൻ കൊച്ചിനെയും കൊണ്ട് ടൗണിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ അവളുടെ നല്ല തടിയുള്ള അവളെ നോക്കി നിൽക്കാൻ പലരും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾക്കതിൽ അഭിമാനമാണ് തോന്നിയത്. സാധനങ്ങൾ വാങ്ങിയ ശേഷം അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. അങ്ങനെ അവളുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് അവളും കൊച്ചു കിടന്നുറങ്ങി. രാത്രിയിൽ വെളിയിൽ ചില ജീവികളുടെ ശബ്ദങ്ങൾ കേട്ടെങ്കിലും അവൾ അനങ്ങിയില്ല. അവൾ ഒരുവിധ നേരം വിളിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുഞ്ഞിനെയും കൊടുത്തു. കോഴികളെയും താറാവിനെയും തുറന്നു വിട്ടു. ആടുകൾക്ക് തീറ്റ കൊടുത്തു. തുണികളൊക്കെ കഴുകിയിട്ട് അന്തരീക്ഷത്തിന്റെ മട്ടുമാറുന്നത് അവൾ ശ്രദ്ധിച്ചു. സമയം 10 ആയപ്പോൾ അവൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുഞ്ഞുറക്കമായി. അവിടെ നല്ല മഴ ചാറി തുടങ്ങി. അവൾ വേഗം തുണികൾ എടുക്കാനായി പുറത്തേക്ക് ഓടുകി. വേഗം തന്നെ തുണികൾ എടുത്തിട്ട് അകത്തേക്ക് കയറി. മഴയുടെ ശക്തി കൂടുന്നുണ്ട്. അവൾ ജനവാതിൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവളുടെ വീട്ടിന്റെ മുറ്റത്ത് മഴയിൽ നനഞ്ഞ് ഒരാൾ വീണ് കിടക്കുന്നു. അവൾ വേഗം വാതിൽ തുറന്നു. അയാളുടെ വേഷം കീറി പറഞ്ഞ് ഒരു ഷർട്ടുമുണ്ടും. എല്ലുകളെല്ലാം എക്സ്റേ എടുക്കുന്ന വിധത്തിലായിരുന്നു. കണ്ടാൽ ഒരു 60 വയസ്സ് തോന്നിക്കും. എന്ത് ചെയ്യണം എന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടില്ല. അവളൊരു ആശാവർക്കർ ആയതിനെ കൊണ്ട് അവൾ വേഗം അയാളെ പിടിച്ചു പൊക്കി വീടിന്റെ സിറ്റ് ഔട്ടിൽ കിടത്തി. നിഷ ചോദിച്ചു, നിങ്ങൾ ആരാ? എന്താ പറ്റിയത്? ഭിക്ഷക്കാരനാ? മോളെ, 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് തല ചുറ്റി വീണതാണ്. നിങ്ങൾ നിൽക്കൂ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് കൊണ്ടുവരാം. നിഷ അടുക്കളയിൽ പോയി ഊണ് റെഡിയാക്കി. രാവിലത്തെ 2 ദോശ അത് എടുത്തു കൊണ്ടുവന്നു. പഴയ ഒരു തോർത്തും എടുത്ത് അയാൾക്ക് നീട്ടി. പാവം തണുത്ത് വിറച്ചോണ്ട് നിൽക്കുന്നു. അവൾ വേഗം തോർത്ത് കൊടുത്തു. എന്നാൽ അയാൾ ആദ്യം അത് വാങ്ങിയത് ദോശയായിരുന്നു. അയാൾ ആർത്തിയോടെ അത് കഴിക്കാൻ തുടങ്ങി. നിഷ പറഞ്ഞു, ഊണ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഊണ് റെഡിയാക്കി തരാം ഞാൻ. ഏതായാലും മഴയല്ലേ, ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. അയാൾ അതും കഴിച്ചിട്ട് പാത്രം കഴുകാനായി വീടിന്റെ ഷെഡിൽ നിന്ന് വരുന്ന വെള്ളം പാത്രത്തിലേക്ക് നീട്ടി. നിഷ, വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. തൽക്കാലം തല തോർത്തി നോക്ക്. അവൾക്ക് അയാളെ കണ്ടപ്പോൾ അവളുടെ മരിച്ചു പോയ മാമനെയാണ് ഓർമ്മ വന്നത്.
അതും പറഞ്ഞിട്ട് അവൾ അയാളുടെ പക്കൽ നിന്ന് പാത്രം വാങ്ങി അയാൾക്ക് നേരെ തോർത്തു നീട്ടി. അയാൾ അത് വാങ്ങി. അപ്പോഴേക്ക് നിഷ അടുക്കളയിൽ പോയി. 12 മണിയായപ്പോൾ അയാളെ വിളിക്കാൻ ഊണ് കഴിക്കാൻ വിളിച്ചു. നിഷ അടുക്കളയുടെ സൈഡിൽ കൂടെ വിറകുപുരയുടെ ബാക്കിൽ വന്നിട്ട് അയാൾ വിളിച്ചു. ഭിക്ഷക്കാരൻ ചോദിച്ചു, മോളെ ഇങ്ങ് തന്നാൽ മതി, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം, ഇങ്ങ് വാ, അകത്തേക്ക് ഇരിക്കാം. അവൾ ഭിക്ഷക്കാരനെ വിളിച്ചു. വേണ്ട മോളെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിഷ ഒരു പാത്രത്തിൽ ചോറും കറികളും വെള്ളവുമായി അങ്ങോട്ട് വന്നു. അവൾ അയാളെ നോക്കി. ദേഹം മൊത്തവും തുടച്ചിട്ട് കൊടുത്ത തോർത്ത് ഉടുത്തുകൊണ്ട് അയാൾ വിറകുപുരയുടെ ഒരു പഴയ കസേരയിൽ ഇരിക്കുകയാണ്. അവളെ കണ്ടപ്പോൾ അയാൾ എഴുന്നേറ്റു. അവൾ ആഹാരവും വെള്ളവും വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചു കരയുന്ന ശബ്ദം കേട്ടു. അവൾ ബെഡ്റൂമിലേക്ക് ഓടിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു ഉറങ്ങി. അപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടുകൊണ്ട് അവൾ വന്നു. വാതിൽ തുറന്നു നോക്കി. അപ്പോൾ പുറത്ത് അയാൾ ഭിക്ഷക്കാരൻ നിൽക്കുന്നു. മോളെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു ആഹാരം ഞാൻ കഴിക്കുന്നത്, ഒരുപാട് നന്ദിയുണ്ട്. അയാൾ കൈ കൂപ്പിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. ചേട്ടന് വീട്ടുകാരും ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല. അയാൾ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. നിഷ, എന്തു പറ്റി? ഒരു മനുഷ്യായുസ്സിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുത്തു. എനിക്ക് വയസ്സായപ്പോൾ എന്നെ ഒരു ഭാരമായി തോന്നിക്കാണും. അതുകൊണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ മകൾ തന്നെ എന്നെ പുറത്താക്കി. അപ്പോൾ ഭാര്യ, അവൾ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ വീടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു, അത് മകൾ എടുത്തു. വയ്യാതെ എങ്ങനെയാ നടക്കുന്നത്? എന്തിനാ? എനിക്കിപ്പോൾ പഴയ പോലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിഷയ്ക്ക് ശരിക്കും അയാളെ കണ്ടപ്പോൾ അത് മനസ്സിലായിരുന്നു. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. വേണു. മോളുടെ പേരോ? നിഷ എന്നാണ്. നിഷ ഒരു